ഹായ്. നമ്മളിന്ന് പുതിയതായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഉപ്പിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഉപ്പ് മീൻസ് ഓവൻ ഇല്ലാതെ ഉപ്പ് കൊണ്ടുള്ള ഒരു ഓവൻ റെഡിയാക്കി അതിലാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാമോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ പറയട്ടെ. നമുക്ക് ആവശ്യമുള്ള സാധനം കൊക്കോ പൗഡറാണിത്. ഇത് മൈദയാണ്. ഇത് പഞ്ചസാര, പിന്നെ ബേക്കിംഗ് പൗഡർ, മുട്ട, വേറെ നമുക്ക് ആവശ്യമുള്ള ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, സൺഫ്ലവർ ഓയിൽ, പിന്നെ ചെറിപ്പഴം ഉണ്ടല്ലോ, അടുത്ത് കണ്ടൻസ് മിൽക്ക്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ഉപ്പാണ്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പെടുത്ത് കട്ട് ചെയ്യുക. കല്ലുപ്പാണ്. കല്ലുപ്പെന്ന് പറഞ്ഞാൽ പരലുപ്പുണ്ടല്ലോ, അത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് ഒരു തട്ടാം. രണ്ട് കവർ ഉപ്പെടുത്തിട്ടുണ്ട്. 1.5 കവർ തട്ടിയിട്ടുണ്ട്. അത്രയും മതിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഉപ്പാണെങ്കിൽ നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രം ചൂടുള്ളത് കൊണ്ടാണ് ഗ്ലൗസ് ഇട്ട് എടുക്കുന്നത്. ഇതിനകത്ത് ഉപ്പ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ഓക്കെ, ഉപ്പെന്ന് പറഞ്ഞാൽ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് ഇതിനകത്ത്. ഓക്കെ, നമുക്ക് അത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതാം. ഞാൻ തൂക്കിയാണ് എഴുതുന്നത്. ഓക്കെ, ത്രാസ് കണ്ടല്ലോ, അത് 0. ഓക്കെ, നമുക്കിതിൽ ആദ്യം മൈദ എടുക്കണം. മൈദ 150 ഗ്രാമാണ് എടുക്കുന്നത്. 150 ഗ്രാം മൈദ എടുക്കുന്നുണ്ട്. 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ അരിപ്പുണ്ടല്ലോ, മാവരിക്കുന്ന അരിപ്പ്, അതിലോട്ട് തട്ടിക്കൊടുക്കണം. അടുത്തായി നമ്മൾ എടുക്കുന്നത് 50 ഗ്രാം കൊക്കോ പൗഡറാണ്. 50 ഗ്രാം കൊക്കോ പൗഡർ ഇവിടെ കാണിച്ചേ. ഇവിടെ 50 ഗ്രാം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് തട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ആവശ്യമുള്ളത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്കൊരു എത്ര ഗ്രാം എടുക്കാം? ഒരു 3 ഗ്രാമൊക്കെ മതിയാവും. ഒരു 3 ഗ്രാമൊക്കെ മതിയാവും. അത്ര എടുത്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഉപ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡറും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതിനെ തട്ടിയിട്ട് ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും മൈദ, ഈ 3 ഐറ്റം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും അരിക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തരി എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മിക്സ് ചെയ്ത് വരും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ ഇരിക്കട്ടെ. അടുത്തൊരു ബേസിനെടുക്കുക. ഇതിൽ നമ്മൾ 3 മുട്ട. അടുത്തതായി എടുക്കുന്നത് പഞ്ചസാര നമ്മൾ തരി പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. തരി പഞ്ചസാരയാണ്. അതും 150 ഗ്രാമാണ് എടുക്കുന്നത്. മൈദ എത്രയാണോ എടുത്ത് ആ കണക്കിനാണ് പഞ്ചസാര എടുക്കുന്നത്. 150 ഗ്രാം. ഇത് നമ്മളൊരു എഗ് ബീറ്റർ കൊണ്ട് ഒരു കമ്പിയാണിത്. മുട്ട പതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണ്. എന്നാലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും.
നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലോട്ട് പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്യാം. നമ്മളിവിടെ തരി പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. തരി പഞ്ചസാര ഇതാ കാണുന്നുണ്ടല്ലോ. ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ തരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തരി പഞ്ചസാരയായിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വീടുകളിൽ ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ പതച്ച് മെൽറ്റ് ചെയ്യുക. പഞ്ചസാര ഏകദേശം അലിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 30 ml വാട്ടർ കൊടുക്കാം. 30 ml നമ്മളെ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് കൊടുക്കാം. 30 ml മതിയാവേ. 30 ml ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് മിക്സായി കഴിഞ്ഞു. അടുത്തായി നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ കൊടുക്കും. ഇതിലോട്ടൊരു 50 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ആയിട്ടുണ്ട്. അടുത്ത് ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് അച്ചാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ ആഡ് ചെയ്യാം. ബട്ടർ പേപ്പറിലേക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നടുക്കുള്ളത് പിന്നെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തിട്ട് നടുക്കുള്ളത് ഇങ്ങനെ. ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് തട്ടി റെഡി. എന്നിട്ട് ഇതിനെ നേരെ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഇതിലോട്ട് വയ്ക്കാം. നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് ഇറക്കി വെക്കുക. അതിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു അടപ്പുകൊണ്ട് അടച്ചു ചൂടിന് 30 മിനിറ്റ് വേവിക്കും. അപ്പോൾ അടുത്ത് അത് വേകുന്ന സമയം കൊണ്ട് ക്രീമിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കും. അടുത്ത് നമുക്ക് ക്രീം, ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഇവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഇവിടെ 1/2 കിലോ ക്രീമാണ് എടുക്കുന്നത്. ഗ്ലാസ്സിൽ തൂക്കിയെടുക്കുക. നമ്മളിത് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്താണ് എടുക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 1/2 കിലോ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്കിതിനെ അതെ നമ്മൾ നേരത്തെ മുട്ട പതക്കാൻ എടുത്തിട്ടില്ലേ, അതേ കമ്പനി ഉണ്ടാകും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുന്നുണ്ട്. നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട, ഇപ്പം ഇതിൽ നിന്ന് വീഴുന്നില്ല. ഇത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം ഇങ്ങനെ തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിക്കുമ്പോഴേ ഇത് താഴോട്ട് വരത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കോരി ഇങ്ങനെ വെച്ച് കാണിക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമുക്കിനി കേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് റെഡിയാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചേക്കാം. നമുക്കടുത്തതായി ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട്
അതായത് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ചെത്തിയെടുക്കാൻ. എന്തിനെന്നറിയാമോ? ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സൈഡിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് നേരത്തെ ചെത്തി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ ചെത്തിയെടുക്കുന്നത്. ഇപ്പം ചെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 100 ഗ്രാം പഞ്ചസാര എടുക്കണം. 100 ഗ്രാം പഞ്ചസാരയും 200 ഗ്രാം വെള്ളമാണ്. 100 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം വെള്ളം. ഒരു ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാം. ഇതിലോട്ട് പട്ട ഉണ്ടല്ലോ, ഒരു പീസ് പട്ടയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കും. ഇത്രയും മതിയാവും പട്ടയുടെ പീസ്. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കും. നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. സിറപ്പ് എന്താ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് വേകാൻ വെച്ച് കേക്കൊന്ന് അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂർ കുറച്ചും കൂടെ ടൈം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി വെന്താൻ നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്താൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടൂപ്പിക്ക് എടുക്കുക, അതിങ്ങനെ കുത്തി നോക്കുക. അപ്പം ഇതിൽ അറിയാൻ പറ്റും. വെന്തിട്ടില്ലെങ്കിൽ ഇതിലൊക്കെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ പതുക്കെ തൂക്കിയെടുക്കാം. ചൂടുണ്ടാവുക, നോക്കിയെടുക്കണം. അടുത്തത് കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഇതിൻ്റെ ഇതൊക്കെ ഇളക്കിയെടുക്കാം. സൈഡ് ബട്ടർ പേപ്പറെല്ലാം ഇളക്കിയെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് നമുക്ക് ഐസിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, കേക്ക് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്ത കേക്കാണ്. അപ്പോൾ പുറമേ ഉള്ള ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത് ഇതിനെ തന്നെ 3 പീസാക്കുക. കട്ട് ചെയ്ത് 3 പീസ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് അമൂലിൻ്റെ കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഇന്നും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇതേപോലെ സിറപ്പ് നന്നായിട്ട് കൊടുത്തോണ്ട് എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കണ്ടൻസ് മിൽക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രീം അടിച്ചു വെച്ചിരുന്ന ക്രീമാണ്. ഇതേപോലത്തെ ഒരു ബേസ് വെച്ചിട്ട് അതിലോട്ട് ആദ്യത്തെ ലെയർ വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ക്രീമാണ്. മെൽറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണ്. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുക.
നമ്മളിപ്പം ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതാ പുറത്തെടുക്കും. അത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചെറി വയ്ക്കാം. ഓക്കെ, ചെറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പിളിലെടുത്തിട്ട് ഇതേപോലെ കൊടുക്കുക. നമുക്കിതിലോട്ട് ചെറി വെച്ചു. ഇതാ റെഡി ആയിക്കഴിഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇത്ര സിമ്പിളായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്.